സൗദി പ്രോ ലീഗിൽ വൻ ചർച്ചകൾക്ക് വഴിയൊരുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ ഇത്തിഹാദുമായുള്ള നിർണായക പോരാട്ടത്തിന് മുന്നോടിയായി ടീമിനൊപ്പം പരിശീലനത്തിന് മടങ്ങിയെത്തിയെങ്കിലും റൊണാൾഡോയുടെ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ESPN റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്ലബ് മാനേജ്മെന്റിനോടും സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനോടും റൊണാൾഡോയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ നിന്ന് CR7 മാറി നിൽക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച അൽ റിയാദിനെതിരായ മത്സരത്തിലും റൊണാൾഡോ കളിച്ചിരുന്നില്ല. ഈ സീസണിൽ ആദ്യമായാണ് താരം ഒരു ലീഗ് മത്സരം നഷ്ടപ്പെടുത്തുന്നത്. PIFയുടെ കീഴിലുള്ള മറ്റ് ക്ലബ്ബുകളായ അൽ ഹിലാൽ, അൽ അഹ്ലി തുടങ്ങിയവയ്ക്ക് ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണ അൽ നസറിന് ലഭിക്കുന്നില്ലെന്നാണ് റൊണാൾഡോയുടെ ആരോപണം. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ അൽ നസർ പരാജയപ്പെട്ടതും ക്ലബ് CEO ജോസ് സെമേഡോ, സ്പോർട്ടിംഗ് ഡയറക്ടർ സിമാവോ കുട്ടിന്യോ എന്നിവരെ സസ്പെൻഡ് ചെയ്തതോടെ ക്ലബിന്റെ പ്രവർത്തനം താളം തെറ്റിയെന്ന താരത്തിന്റെ വിലയിരുത്തലുകളുമാണ് പ്രതിഷേധത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ടീമിനൊപ്പം പരിശീലനം തുടരുമെങ്കിലും കളിക്കളത്തിലേക്ക് മടങ്ങാൻ റൊണാൾഡോ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാനേജ്മെന്റിൽ വ്യക്തമായ മാറ്റങ്ങൾ, വേനൽക്കാല ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതി. ഈ ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ താൻ മത്സരങ്ങളിൽ ഇറങ്ങൂ എന്നതാണ് റൊണാൾഡോയുടെ നിലപാട്. ഇല്ലെങ്കിൽ വേനൽക്കാലം വരെ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും താരം തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.